ഇതെന്താ അറിയോ, ഇതാ പൈപ്പിനുള്ളിൽ കുടുങ്ങിയിട്ടേ ഇതിൻ്റെ മറ്റേ വേരറ്റ് പോയി വെറുതായി. ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രം നമുക്ക് പിന്നീട് തേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ. പക്ഷേ എന്നാലും തൽക്കാലം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ ഇങ്ങനെ കീപ്പിട്ട് ഒലിച്ചു പോകും. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഞാനിത് ഒരു മോർണിംഗ് വ്ളോഗ് ആയിട്ട് വന്നതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കൊരു പരിപാടി കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുതിയൊരു പരിപാടി ഉണ്ടാക്കുകയാണ്. പരിപാടി വേറൊന്നുമല്ല, നമ്മളെ കിണറിൻ്റെ ചുറ്റുഭാഗത്തും ഈ വാഴച്ചെടി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഒന്ന് ഭംഗി കിട്ടും, രണ്ടാമത്തെ എന്താ വെച്ചാൽ നമുക്കൊന്നൊരു ഏർപ്പാടാവും, അത്രയുള്ള സംഭവം. അപ്പോൾ ഇതാ നമ്മളെ കുണ്ടു നീച്ച് രാവിലെ തന്നെ നീച്ച് വരികയാണ് കേട്ടോ. ആളിപ്പോൾ നേരം വൈകി ഉറങ്ങുന്നുണ്ട്. നേരെ 9 മണിയാണ് നീക്കണമെങ്കിൽ. തുടക്കം തന്നെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ ഈ ചാക്കൊക്കെ ഒഴിവാക്കുക. നമ്മളിവിടെ കുറച്ചായിട്ട് മണ്ണ് താന്നിട്ട് മണ്ണ് ഒലിച്ചു പോയിട്ടൊക്കെ നമ്മളിവിടെ ചാക്ക് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മണ്ണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ മണ്ണിലാണ് നമ്മൾ ഈ വാഴച്ചെടി വെക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ മുൻഭാഗത്ത് തന്നെ ആകുമ്പോൾ ഒരു കാണാനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ അതുണ്ടാവും. പിന്നെ പറഞ്ഞാൽ വേരൊക്കെ ഇറങ്ങി ഉറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഉറച്ച് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ, അതായത് നമ്മളെ മുന്നിലുള്ള ചെടിമണ്ണ് തന്നെയാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 5-8 എണ്ണമൊക്കെ വെക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സംഗതി ഇത് തുടങ്ങിയത്. പക്ഷേ ഇതിൽ വലിയ റിസ്ക് എന്താ വെച്ചാൽ ഇത് മഴ പെയ്ത് ഇറങ്ങിയിട്ട് ഇത് പൊട്ടിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെ. ഇതെന്താ അറിയോ, ഇതാ പൈപ്പിനുള്ളിൽ കുടുങ്ങിയിട്ടേ ഇതിൻ്റെ മറ്റേ വേരറ്റ് പോയി വെറുതായി. നമ്മൾ പറിച്ചെടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം അതാണ്, ഈ സാധനങ്ങളൊക്കെ വെറുതെ നാശമായി. അല്ലെങ്കിൽ പിന്നെ കളച്ച് കുത്തിയൊക്കെ എടുക്കണം, അതിനൊക്കെ ഒരുപാട് പണിയെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മണ്ണ് കളച്ചിട്ട്, അതായത് ഇത് പുതിയതിട്ട മണ്ണായതുകൊണ്ട് തന്നെ അധികം റിസ്ക് ഒന്നും ഇല്ല കേട്ടോ. അത് കളച്ചെടുക്കാനും ഒരു കമ്പി എടുത്ത് കുത്തിയൊക്കെ റെഡിയാക്കിയാണ്ട് ഇത് മെല്ലെ കളച്ചെടുത്തിട്ട് ചുറ്റുഭാഗത്തും വെക്കണം. ചുറ്റുഭാഗം പറഞ്ഞാൽ ഈ ഫ്രണ്ടേജ് മാത്രം, ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രം നമുക്ക് പിന്നീട് തേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ. പക്ഷേ എന്നാലും തൽക്കാലം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വെക്കണം. ആ ചെടികളൊക്കെ അവിടെ പിന്നെ ഒന്നിച്ച് നിൽക്കണാട്ടിലും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഭംഗിക്ക് കാണാൻ ഒരു വൃത്തിയല്ലേ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ചാക്കും കാര്യങ്ങളൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കണം. കാരണം എന്താ വെച്ചാൽ ഇനിയിത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ ഇങ്ങനെ കീപ്പിട്ട് ഒലിച്ചു പോകും, അതേപോലെ താന്നൊക്കെ പോകും. അപ്പോൾ ഈ മണ്ണ് ഉറച്ച മണ്ണല്ലാത്തതുകൊണ്ട്, അതായത് പുതിയ മണ്ണായതുകൊണ്ട് ഈ ചാക്കിടൽ നിർബന്ധമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഏതായാലും ഇന്നൊക്കെയുള്ളതിന് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നോക്കാം. ഇതിന് വ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയട്ടോ. ഓക്കെ.